101 വയസ്സിലും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന രാരിച്ചനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കോഴിക്കോട് നന്മണ്ട സ്വദേശിയാണ് പുതുതലമുറയ്ക്ക് പ്രചോദനമായി ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഈ കൊപ്ര കച്ചവടക്കാരൻ. സമീർ സി മുഹമ്മദാണ് രാരിച്ചനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നോക്കാം. നന്മണ്ട കൂളിപ്പോയിലാണ് രാരിച്ചൻ്റെ വീട്. വീട്ടിൽ പോയിട്ട് കാര്യമില്ല, രാരിച്ചനെ കാണില്ല. രാരിച്ചനെ കാണണമെങ്കിൽ രാരിച്ചൻ്റെ കൊപ്രക്കളത്തിൽ പോകണം. അപ്പോൾ നമുക്ക് കൊപ്രക്കളത്തിലേക്ക് പോകാം. നമ്മുടെ രാരിച്ചൻ ചേട്ടനും മകൻ ഭാസ്കരേട്ടനും അവർ തൊഴിൽ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ പൊതിക്കുന്നതും അതുപോലെ തന്നെ തേങ്ങ അതിൽ നിന്ന് എടുക്കുന്നതൊക്കെ ആയിട്ടുള്ള പ്രവൃത്തികളിലാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ചെറുകുളത്ത് പൊറായി വീട്ടിൽ രാരിച്ചൻ, നാട്ടുകാരുടെ രാരിച്ച പാപ്പൻ. പുതിയ സാങ്കേതിക വിദ്യയൊന്നും വശമില്ലെങ്കിലും കൊപ്രക്കളത്തിലിട്ട് നാളികേരം ഉണക്കാനും ചിരട്ടയിൽ നിന്ന് കൊപ്ര പുറത്തെടുക്കാനും രാരിച്ചന് നിമിഷങ്ങൾ മതി. ഞൊടിയിടയിലാണ് ചിരട്ടയിൽ നിന്ന് കൊപ്ര പുറത്തെടുക്കുന്നത്. ഒരു ദിവസം 1000-ഓളം കൊപ്ര പുറത്തെടുക്കും. ചെറുപ്പത്തിൽ തെങ്ങുകയറ്റമായിരുന്നു തൊഴിൽ. നടുവേദനയെ തുടർന്ന് കൊപ്രക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ 6 പതിറ്റാണ്ടായി കൊപ്രക്കച്ചവടമാണ് ഉപജീവനമാർഗം. ഭക്ഷണപ്രിയനായ രാരിച്ചന് ബിരിയാണിയാണ് ഏറെ ഇഷ്ടം. രാവിലെ 8 മണിക്ക് തേങ്ങ ഉരുണ്ടാൻ വരും ചിരട്ടയ്ക്ക്. പിന്നെ അങ്ങനെ ചിരട്ടയ്ക്ക് ഒരു ഉച്ചയാണ് 12 മണി വരെ. പിന്നെ ചായ കുടിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ ആവത്തിൽ കഴിക്കും. വെയിലുള്ള കാലത്ത് പറമ്പിലൊക്കെ ചിക്കും. വെയിലില്ലെങ്കിൽ പിന്നെ ചെയ്യുമ്പോഴാണല്ലോ അത് ചിക്കുക. അത് 4 ദിവസം കഴിയുമ്പോൾ ഒന്ന് തിരിയണം. പച്ച ഉള്ളത് വേറെ ആക്കിയിട്ട് ഒന്നുകൂടി വെയിൽ ഒളിക്കുക. ഒരു 6 ദിവസം വെയിൽ ഒളിക്കണം. എന്നാൽ പിന്നെ ഉണങ്ങിയ കൊപ്പരിയായി. അന്ന് പറയുമ്പോൾ തന്നെയായിരിക്കും. 6 ചാക്കിലാക്കി പോകും. ഇപ്പോഴേയും പറയുമ്പോൾ ഇട്ടുകൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും. വയസ്സ് 100 വയസ്സ് 101 വയസ്സാണ്. ടൗണിൽ നിന്ന് തേങ്ങ ഒന്നായിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ വെട്ടി ഉണക്കി കൊടുക്കും. തേങ്ങ താഴത്ത് നോക്കിയെടുക്കാൻ പുറക്കാറ് കൊണ്ടുവരും. വീട്ടുകാരൊക്കെ അവിടെ പോയിട്ട് ഒരു വിലയാക്കിയിട്ട് ആ കുപ്പിയുടെ കൊണ്ടുവന്ന് തൂക്കിയിടും. എന്നിട്ട് അത് കൊണ്ടുവന്ന് ഇവിടുന്ന് വെട്ടും. എങ്ങനെയുണ്ട് ഇപ്പോൾ കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ മോശം. അപ്പം വിലയൊന്നും കിട്ടിയില്ല. പിന്നെ അങ്ങനെ പോകുന്ന ചിരട്ടിയൊക്കെ കെട്ടി നയിക്കുന്നതിന് ജീവിതം കിട്ടും. ഭക്ഷണമൊക്കെ കുറേ ചെല്ലം ഇന്നും ഭക്ഷണമൊന്നും കഴിക്കാണ്ടില്ല. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? ഇഷ്ടം എന്ന് പറയാനിപ്പോൾ ഒക്കെ തിന്നും. പിന്നെ ഇന്നാളാരോ നാളെ 2 ആളെ വീര്യ കൊണ്ട് തന്ന് ആരെ കൊണ്ടുവരും ഇവിടെ. അത് കഴിഞ്ഞ് എല്ലാം കുറേ ചോറും കറിയും മീനും ഇറച്ചിയൊക്കെ ഉണ്ടാവും. അത് തീറ്റി എല്ലാം കുറേ എല്ലാം തിന്നും. കുറച്ചാ തിന്നും. അത്രയും തന്നെയല്ല. പിന്നെ ചായ 2 അരി ചായ കുടിക്കും. പോകും. അത് ഒരു 3 അരിയൊക്കെ ചായ കുടിക്കും ഒരു ദിവസം. രാവിലെ കട്ടൻ കുടിക്കും. പിന്നെ ചായ കുടിക്കും. വൈകുന്നേരവും. കത്തിനേക്കാളും സുഖമാണോ ഈ കവുങ്ങിൻ്റെ പാര ഉപയോഗിച്ചിട്ട് എടുക്കാൻ? അത് കുടുംബത്തെടുക്കാം. എന്നിട്ട് ജൈവം ഉണ്ടാകും. ചേട്ടായിക്കാണെന്തോ പറ്റും. വേറെ ഒന്നും പറ്റില്ല. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് കൈമുതലെങ്കിലും ക്വിൻ്റൽ കണക്കിന് തേങ്ങ വാങ്ങി കൊപ്രയാക്കി വിൽപ്പന നടത്തുന്ന ഇദ്ദേഹത്തിന് കണക്കുകൂട്ടലൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ സ്കൂളിൽ അത്രയൊന്നും പോയിട്ടില്ല. സ്കൂളിൽ പണ്ടത്തെ 4-5 അയച്ചാൽ തന്നെ പോയിട്ടില്ല. അത്രയും പഠിത്തമൊന്നുമില്ല. അത് ഓരോരോ ആവശ്യത്തിന് അതൊക്കെ കണ്ടുപിടിക്കും, മനസ്സിലാക്കും, അതൊക്കെ ചെയ്യും. എന്നാലും കണക്കിൽ ഉഷാറാണെന്നാണല്ലോ പറയുന്നത് എല്ലാവരും. കണക്കൊക്കെ കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യും. രാരിച്ചന് ഒരു മകനും മകളും ഉണ്ട്. എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നതാണ് പിതാവിനിഷ്ടമെന്ന് 62കാരനായ മകൻ CP ഭാസ്കരൻ പറയുന്നു. 12 കിൻഡൽ തേങ്ങയുണ്ട്, തൂക്കിയിട്ടതാ. അത് ഒന്നിച്ച് കൊണ്ടുവരിക. പിന്നെ 12 കിൻഡൽ ആകുമ്പോൾ വെട്ടി കൊണ്ടുപോകുമ്പോൾ എന്തുണ്ട് ലാഭമുണ്ട് എന്നൊക്കെ നമുക്ക് വിൽക്കപ്പയ്ക്ക് അറിയാൻ കഴിയും. തൂക്കാളി അയാളെ റെഡിയാക്കി ഉണ്ടാക്കുക. അച്ഛൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ പറഞ്ഞാൽ അച്ഛൻ ചെറിയ കാലത്തു നമ്മൾ റോഡുമേലായ ജീവിതം. പുരയിലായിട്ട് അങ്ങനെ വരും. അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു പോവും. രാത്രി 8 മണിയാണ്. പൊതുജനങ്ങളായിട്ടുള്ള ഒരു സംഭാഷണം കൂടുതലാണ്. എന്താണ് നാട്ടിലും പീടിയിലെന്തായാലും ആരെങ്കിലും വന്ന് കുത്തിവയ്ക്കും. ഒമ്പളുണ്ടാകില്ല ഒരു സംഭവം ഇത്
അതിങ്ങനെ ജനങ്ങളായിട്ടൊരു കൂടുതൽ എന്താ ഏടിയായും അറിയപ്പെടും. അച്ഛൻ്റെ യോഗം എന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ അച്ഛൻ്റെ തട്ടം മുണ്ടും ഒരു 12 മണിക്ക് അച്ഛൻ തന്നെ തിരുമ്പുക, അച്ഛനെ തേച്ചതിൻ്റെ തൊട്ട് വെക്കും. മറ്റു കാര്യങ്ങളൊക്കെ സ്വന്തം തന്നെ ഒക്കെ ഞാനൊന്നിനും പോയിട്ടില്ല, ആർക്കും വെറുപ്പിച്ചില്ല ഒരാൾ കാലം വരെ. അതാണ് എല്ലാവർക്കും അച്ഛനോട് കൂടുതൽ താല്പര്യം. നേരം പുലർന്നാൽ ഈ പാറപ്പുറവും ചേർന്നു കിടക്കുന്ന റോഡും കൊപ്രക്കളവുമാണ് പാപ്പന്റെ ലോകം. നന്നായി അധ്വാനിക്കുക, നന്നായി ഭക്ഷണം കഴിക്കുക. ഈ പ്രായത്തിലും ഇത്ര ആരോഗ്യവാനായിരിക്കുന്നതിൻ്റെ രഹസ്യമെന്ത് എന്ന് ചോദിക്കുന്നവർക്ക് രാരിച്ചന് നൽകാനുള്ള മറുപടി ഇതാണ്. പ്രജ്വൽ സുരേഷിനും സുമേഷിനുമൊപ്പം കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.